പരിശീലനം നൽകുന്ന അമ്മയാണ് പരിശുദ്ധ മറിയം. വിജയസഭയിൽ അവൾ നമ്മെ ചേർക്കും. തോൽവിയുടെ ഭാരത്താൽ ഇനി ആരും നട്ടം തിരിയേണ്ട. അവളിലേക്ക് മിഴികൾ ഉയർത്താം. അവൾ നമ്മെ നിശ്ചയമായും വിജയശ്രീ ലാളിതരാക്കും. എല്ലാ മറിയഭക്തർക്കും മാതൃപാതയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനയുടെ 10ാം ദിവസമായ ഇന്ന് മംഗളവാർത്തയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തെ മംഗളവാർത്ത അറിയിച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ് മറിയം അതിന് പ്രത്യുത്തരമായി നൽകിയത്. പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളും ദൈവമക്കളായി തീരുന്നത്. പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തിലും മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. തൃശൂർ അതിരൂപതാംഗമായ സ്റ്റാർസ് നച്ചനിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് ശിഷ്യന്മാര് ഈശോയോട് പറയുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ അടുത്ത് വളരെ സങ്കടത്തോടെയാണ് അവർ പറയുന്നത്. കുറെ സ്ത്രീകള് കല്ലറയിലേക്ക് പോയ അവർക്കൊന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അപരിചിതനോട് സംസാരിക്കുന്നത് പോലെ ശിഷ്യന്മാർ സംസാരിക്കുന്ന ഒരു പാസേജ് ഉണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ. വൺ ഓഫ് ദി ബെസ്റ്റ് പാസേജ് ആണത്. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ ഒരു വിലാപമാണ്. വിലാപം പറയുന്നത് ഇങ്ങനെയാണ്: കുറേ സ്ത്രീകൾ കല്ലറയിലേക്ക് പോയി, പക്ഷെ അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ അത് തുടർന്ന് വരുന്ന തിരുവചനത്തിൽ ഈശോ അവരോട് കറക്റ്റ് ചെയ്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ശിഷ്യന്മാരോട് വളരെ സ്നേഹത്തോടുകൂടെ വേദനിച്ചിരിക്കുന്ന അവരോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കല്ലറയിലേക്കല്ല പോകേണ്ടത്. കല്ലറയിലേക്ക് പോകുന്നവരൊക്കെ നിരാശപ്പെടുകയുള്ളൂ. കല്ലറ നിന്റെ ജീവിതത്തിന് നന്മയല്ല. നീ പോകേണ്ടത് കർത്താവിലേക്കാണ് എന്ന് പറഞ്ഞ് ഈശോ അവരെങ്ങനെ ബലപ്പെടുത്താണ്. ശിഷ്യന്മാരോട് പറയാണ്: നിങ്ങളുടെ ഹൃദയം മന്ദീഭവിച്ചിട്ടില്ലേ? നിങ്ങളുടെ കണ്ണുകളിൽ മുഖത്തില് മ്ലാനത വന്നിട്ടില്ലേ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ലേ? നീ പോകേണ്ട സ്ഥലം കല്ലറയല്ല. നീ പോകേണ്ട സ്ഥലം കാൽവരിയും കർത്താവിൻ്റെ അടുത്തേക്കുമാണ്. കർത്താവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുന്നവര്, കർത്താവിനെ ശരണം ഗമിക്കുന്നവരെ എടുത്തുയർത്തും എന്ന് തിരുവചനം പറയും. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഒരു തിരുവചനം തന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ വണക്കമാസ പ്രാർത്ഥനയിലൂടെ അമ്മ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മ പോയത് കല്ലറയിലേക്കല്ല. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ പരിശുദ്ധ അമ്മ നേരെ പോകുന്നത് കർത്താവിലേക്കായിരുന്നു എന്നാണ് പറയുന്നത്. കർത്താവിനെ ശരണപ്പെട്ടതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ അഭിഷേകമായി മാറിയത് എന്ന് തിരുവചനം സ്നേഹമുള്ളവരെ എഴുതി വെക്കുകയാണ്. കർത്താവിൻ്റെ ദാസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നത്. അടുത്ത ദിവസം പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ദാസിയെക്കുറിച്ചുള്ള പ്രത്യേകതയൊക്കെ പറയും. പിന്നെ ഈ സെഷനിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടേക്കാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഓടിപ്പോകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നേഹമുള്ളവരെ 3 പേര് മരിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? അഭ്യസ്ത വിദ്യര് 3 പേര് സൂയിസൈഡ് ചെയ്തു. കാരണം എന്താ? ഇവിടെ ലോകം അവസാനിക്കാൻ പോവാണ്, പ്രശ്നം കൂടാൻ പോവാന്ന് ഒരു മെസ്സേജ് കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് മരണപ്പെടുകയാണ്, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അന്ധവിശ്വാസങ്ങളുടെ അരങ്ങേറുന്ന നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ കൊന്നുകളഞ്ഞു. അപ്പൊ കൊന്നുകളഞ്ഞപ്പോൾ കാരണം ചോദിച്ചത് നരബലിയാണ്. നരബലി ചെയ്തിട്ട് ആ കുഞ്ഞിൻ്റെ രക്തം ഈ പറയുന്ന പാഡി ഫീൽഡിൽ കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കൃഷി വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നത് ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ് ആ കുഞ്ഞിനെയും പിടിച്ചിങ്ങനെ പോവാ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മദർ തെരേസയുടെ സ്ഥലത്ത് പോയപ്പോൾ, കൽക്കട്ടയിൽ പോയപ്പോൾ കണ്ടതാ ഒരു കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്നേക്കാം. അപ്പം ഞാൻ ഈ സിസ്റ്റർമാരോട് ചോദിച്ചു, ഈ കുഞ്ഞിനെ എന്താ ഇവിടെ?
പറയാം, എൻ്റെ അച്ഛാ ഞങ്ങൾ ഭാഗ്യം കൊണ്ട് കിട്ടിയ കുഞ്ഞാ, ഇവർക്കൊരു മെസ്സേജ് കിട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ എന്നറിയാം. ഇവർ കേട്ട കാര്യം ഇങ്ങനെയാണ്, ഈ കുഞ്ഞിനെ ബലി കൊടുക്കാൻ പോവാണ്. അവരുടെ ആ ദേശത്ത് വലിയ രീതിയിൽ പാഡി ഫീൽഡിലൊക്കെ നല്ല കൃഷി ഉണ്ടാവാൻ, നല്ല മഴ പെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ പറയുന്നത് ഇങ്ങനെയാണ്, ചെറിയ കുഞ്ഞുങ്ങളെ, കന്യാത്തത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഈ പാഡി ഫീൽഡിൽ മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൃഷി വർദ്ധിക്കും, സാമ്പത്തിക പുരോഗതി, ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന വാർത്ത കേട്ട് അവരങ്ങനെ ചെയ്യാൻ നിൽക്കുക. ഈ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഈ രഹസ്യ വിവരം അറിഞ്ഞ് ഓടിപ്പോയി കാണുമ്പോഴാണ് ഈ കുഞ്ഞിനെ, നമ്മൾ പറയില്ലേ ബലിപീഠത്തിൽ വെച്ചേക്കുന്ന പോലെയുള്ള കുഞ്ഞിനെ അവർ കണ്ടെടുത്ത് കൊണ്ടുവന്നേക്കുക. എന്നിട്ട് ഇവർ പറയാ, അച്ഛാ 1 മിനിറ്റ് മാറിയിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ ജീവിതം തീർന്നേനെ. സ്നേഹിതരെ, എന്ത് ഫൂളിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അമ്മയുടെ മിഴികൾ എപ്പോഴും ദൈവത്തിലേക്കായിരുന്നു എന്നല്ലേ പറയണേ. ദൈവത്തിലേക്ക് മിഴി നോക്കി കർത്താവിലേക്ക് ഓടിപ്പോയ പെണ്ണിന്റെ പേരാണ് പരിശുദ്ധ അമ്മ. ഇപ്പം ഈ മെയ് മാസത്തിന്റെ വണക്കം എന്ന് പറഞ്ഞിട്ട് കുറേ പ്രാർത്ഥനകൾ അതും ഇതും ചൊല്ലി വെറുതെ ഇങ്ങനെ ശാലോൺ ടി വിയിൽ നോക്കിയിരുന്ന് കടന്നു പോകാനുള്ളവരല്ല നമ്മൾ. ശാലോൺ ടി വിയിലെ ഓരോ പ്രോഗ്രാമുകളും നമ്മളോട് പറയണത് നിന്റെ മിഴികൾ ദൈവത്തിലേക്ക് ഉയരുന്നുണ്ടോ. അതിൻ്റെ ഒരു ടാഗ് ലൈൻ കുറച്ച് നാൾ മുമ്പൊക്കെ അതിലിട്ടിരിക്കുന്ന നല്ലൊരു പാട്ടുണ്ട്, എന്ന് പറയാം, മിഴികൾ ഉയർത്ത് ആത്മീയതയുടെ ഉത്സവത്തിലേക്ക്. അങ്ങനെയാണ് ശാലോമിൻ്റെ ഭയങ്കര കൃപയോടുകൂടിയുള്ള ശാലോം സമാധാനം എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ കോറസ് ലൈൻ പോലെ പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് പരിശുദ്ധാമ്മ നമ്മളോട് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്, എൻ്റെ കുഞ്ഞെ നീ എവിടേക്കാണ് പോകുന്നത്, കല്ലറയിലേക്കാണോ അതോ കർത്താവിലേക്കാണോ? പരിശുദ്ധ അമ്മ കർത്താവിലേക്ക് പോയപ്പോൾ അവരുടെ ജീവിതം ഇങ്ങനെ മാറിപ്പോയി, പുതിയ ജീവിതമായിട്ട് അമ്മയുടെ ജീവിതം മാറി. അമ്മ ഈ ആട് മേച്ച് നടക്കുന്ന സമയത്തും, അമ്മ ഇടയം കന്യക നമുക്കറിയാം, അമ്മയെക്കുറിച്ചുള്ള വായനകളിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, അമ്മ ഈ ആടുകളെ മേയ്ക്കാൻ പോകുന്ന സമയത്തും അമ്മയുടെ കയ്യിൽ ഇങ്ങനെ വിശുദ്ധ ലിഖിതം ഉണ്ടാവും. അന്നത്തെ അവരുടെ വചനഗ്രന്ഥം കൊണ്ടുപോയിരുന്ന് അമ്മ ഈ ആടുകളെ നല്ല സ്ഥലത്താക്കിയതിനു ശേഷം ഇങ്ങനെ ഈ വചനം എടുത്ത് വായിച്ച് മിഴികൾ ദൈവത്തിലേക്ക് മാത്രം ഉയർത്തി ജീവിച്ചവര്. ആ ഉയർത്തി ജീവിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ഇനി ഈ ദിവസങ്ങളിൽ കണ്ട ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കഥാപാത്രമാവും ജോൺസൺ മാസ്റ്റർ. ഒരുപാട് പാട്ടുകളൊക്കെ ഈ സിനിമാ ഫീൽഡിന് കൊടുത്തിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വൈഫാണ് റാണി ചേച്ചി. റാണി ചേച്ചിയുടെ ഒരു ജീവചരിത്രം ഈ ദിവസങ്ങളിൽ മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്നു. മനോരമ ഇങ്ങനെ ഈ സെലിബ്രിറ്റീസിൻ്റെ ഭാര്യമാരെ കുറിച്ചുള്ള ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റാണി ചേച്ചി, 3 ദുരന്തങ്ങൾ നിങ്ങൾ കണ്ടു. 3 ദുരന്തങ്ങൾ 3-4 വർഷത്തിനുള്ളിലാണ് ഒരു അസുഖമില്ലാതെ നിന്ന ജോൺസൺ മാസ്റ്റർ ചോര വൊമിറ്റ് ചെയ്യുന്ന രീതിയിൽ മരണപ്പെട്ട് വീട്ടിൽ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്. സ്വന്തം ചങ്കായിട്ടുള്ള മനുഷ്യൻ മരിച്ചു കിട്ടുന്ന വാർത്ത. 1 വർഷം കഴിയുമ്പോൾ മക്കൾ പറഞ്ഞു, അമ്മ ഞങ്ങളുണ്ട് കൂടെ, ഒരു മോനും ഒരു മോളാണ് ജോൺസൺ മാസ്റ്റർക്കും റാണി ചേച്ചിക്കും, മോനെ നീ കൂടെ ഉണ്ടാവണട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞു നിന്ന 1 വർഷം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവൻ ബൈക്കുമ്പോൾ പോകുമ്പോഴാണ് വണ്ടി വന്നിടിച്ച് ഡെഡ് ബോഡി വീട്ടിലെത്തണേ. ഇപ്പം ഡെഡ് ബോഡി ഒരു 2ാമത്തെ വർഷത്തിൻ്റെ ഉള്ളിൽ ഭർത്താവ് മരിച്ച്, മോൻ മരിച്ച്, തകർന്നു പോയി സ്ത്രീ. അപ്പം ഇങ്ങനെ മോള് പറഞ്ഞു, അമ്മ ഞാൻ കൂടെയുണ്ട്, അമ്മയ്ക്കൊരു തണലായിട്ട് ഞാൻ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞ മോള് പിന്നെ 2 വർഷം കഴിയുമ്പോൾ ഫ്ലൈറ്റിൽ മരണപ്പെട്ട് കിടക്കുന്ന വാർത്ത കാണണേ. 3 വർഷം കൊണ്ട് 3 മരണങ്ങൾ ഏറ്റെടുത്ത സ്ത്രീയാണ് റാണി ചേച്ചി. ഇപ്പം ഈ മനോരമ ചാനലുകാർ ചോദിച്ചേ, ഹൗ യു സർവൈവ്, എങ്ങനെയാ സർവൈവ് ചെയ്തേ? അവൾ പറഞ്ഞു, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ തൊട്ടപ്പുറത്ത് പടിഞ്ഞാറക്കോട്ടയാണ്, ഞാൻ മെൻ്റലും ഒന്ന് പെട്ടേനെ. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിത പങ്കാളി മരിച്ച ഉടനെ എൻ്റെ മിഴികൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഞാൻ ചോദിച്ചു, എന്തേ ഈശോ ഇങ്ങനെയൊക്കെ, എന്തേ എനിക്കിങ്ങനെ പറ്റിയേ? അപ്പോൾ പരിശുദ്ധ അമ്മ വഴി റാണി ചേച്ചീനെ ബലപ്പെടുത്തിയിട്ട് പറഞ്ഞു, 118:8 വായിക്കുമോളെ. 118:8 മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിലേക്ക് നീ മിഴി ഉയർത്തുക എന്ന് പറയുന്ന വചനം കേട്ട് അവൾ അടച്ചു വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടാലും എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയാലും എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഞാനിന്ന് സർവൈവ് ചെയ്യണേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നീ കർത്താവിലേക്ക് വാ, മറ്റ് പല കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി കർത്താവിലേക്ക് വന്നാൽ കർത്താവ് നിൻ്റെ ജീവിതത്തെ എടുത്തുയർത്തും. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ വഴി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവമേ ഇടപെടണമേ എന്ന് പറയുന്ന മക്കളെ പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ കല്ലറ അനുഭവങ്ങൾ എടുത്തു മാറ്റി ഈ മക്കളെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരാക്കി തീർക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. സംഭവം
കാനഡയുടെ തലസ്ഥാനമായ ഒട്ടോവായിൽ പരിശുദ്ധ കന്യകയുടെ രൂപം വഹിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഒരു പ്രദക്ഷിണം നടത്തി. അനേകം അക്കത്തോലിക്കരും ആ പ്രഘോഷണത്തിൽ സംബന്ധിച്ചിരുന്നു. ഒരു അക്കത്തോലിക്കന് മാത്രം അത് തീരെ രസിച്ചില്ല. അയാൾ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്ന് മാതാവിന് നേരെ നിരയൊഴിച്ചു. വെടിയുണ്ട തിരുസ്വരൂപത്തെ അതിലംഘിച്ച് ഒരു സ്ത്രീയുടെ ദേഹത്ത് കൊണ്ടു. അവൾ തൽക്ഷണം മൃതിയടഞ്ഞു. ജനങ്ങൾ സംഭീതരായി. ഘാതകൻ വേഗം ഒരു കാറിൽ കയറി രക്ഷപ്പെടുവാൻ പരിശ്രമിച്ചു. 2-3 പോലീസുകാർ അയാളെ അനുധാവനം ചെയ്തു. ഘാതകൻ ഒരു സ്ഥലത്ത് കാർ നിർത്തി. അപ്പോൾ പോലീസുകാർ അയാളുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ഒരു സ്ത്രീ പട്ടണത്തിൽ മരിച്ചു കിടക്കുന്നു. താങ്കൾ വന്ന് അവരെ തിരിച്ചറിയുവാൻ സഹായിക്കണം. അയാൾ അവരോടൊത്തു പോയി. സംഭവസ്ഥലത്തെത്തിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. മരിച്ച സ്ത്രീ അയാളുടെ ഭാര്യയായിരുന്നു. അയാൾ പശ്ചാത്താപ പരവശനായി കേണു. അപരാധം ഏറ്റുപറഞ്ഞ് അയാൾ മാനസാന്തരപ്പെട്ടു. പ്രാർത്ഥന. ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ, അവിടുന്ന് ദൈവദൂതന്റെ സന്ദേശത്തിന് നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ പരിത്രാണ കർമ്മത്തിൽ സഹകരിച്ചു. സ്വാതന്ത്ര്യ ദുർവിനിയോഗത്താൽ നാശഗർത്തത്തിൽ നിബന്ധിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു. ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി. അതനുസരിച്ച് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തിരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ. എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമായ വിധം ഞങ്ങൾ അത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നാഥേ, അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി
രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാബാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ
പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. ദേവപുത്രന്റെ മാതാവേ, ദേവചനത്തിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മെയ് മാസപ്പൂവേൻ സ്വർഗം ചാർത്തിയൊരഴകേ